ഹായ് എല്ലാവർക്കും ടോണി ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. ഒടിയൻ പയർ, നാടൻ പയർ, വള്ളിപ്പയർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇവനാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ താരം. അപ്പോൾ ഇവനെ വെച്ച് നമ്മൾ ഒരുപാട് ഐറ്റംസ് ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ മെഴുക്ക് പുരട്ടി, തോരൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് തോരൻ തന്നെയാണ്. എന്നാൽ തോരനിൽ തന്നെ നമ്മൾ ഇത്തിരി വ്യത്യാസത്തിലുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് കണ്ടോണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പയറെടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോയ്ക്ക് മുകളിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം പോലെ അരിയാൻ പോവാണ്. അപ്പോൾ അരിയുന്നതിന് മുമ്പ് നമ്മൾ വൃത്തിയായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം മാത്രമേ അരിയാവുള്ളൂ. കാരണം നമ്മൾ വീട്ടിൽ വളർത്തിയ പയറാണെങ്കിൽ പോലും അതിനകത്ത് ഫംഗസും പൂപ്പലും ഒക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ കഴുകണം. കഴുകിയതിന് ശേഷം മാത്രമേ അരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതേ തോരനൊക്കെ അരിയുന്നത് പോലെ തന്നെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വേണം കേട്ടോ. നമ്മൾ പയറെല്ലാം അരിഞ്ഞു കഴിഞ്ഞത് ഇത്രയും ഉണ്ട്. അപ്പോൾ നമ്മളിനി പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ചീനച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചേച്ച് തീ അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറെടുത്ത് ചീനച്ചട്ടിയിലോട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അങ്ങോട്ട് തട്ടാം. അതിൻ്റെ അകത്ത് ഒരു 2-3 പഴുത്ത മുളകും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5-6 പച്ചമുളക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ഇനി നമുക്ക് ഒരു 1.5 സവോളയാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ 1.5 സവോള കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് നമ്മൾ തട്ടിയേ. ഇനി നമുക്ക് ഇടേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്കൊരു 3-4 മതി. അപ്പോൾ അവനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ അങ്ങോട്ട് ഇടുവാണേ. ഇപ്പൊ തന്നെ കാണാൻ നല്ല രസമുണ്ട്. പച്ച, മഞ്ഞ, വെള്ള, ചുമല എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഇനി നമുക്കൊരു അരമുറി തേങ്ങ തിരുമിയതും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അതും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊണ്ട് കൊടുക്കുക. എന്താ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. സാധാരണ ഇതിന് പറയുന്നത് കൈവെള്ളം തിളയ്ക്കാന്നാ പറയുന്നത്. അങ്ങനൊന്നും ഇല്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് വേകാനുള്ളൊരു വെള്ളം അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത മഞ്ഞപ്പൊടിയും തേങ്ങയും എല്ലാം കൂടെ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ താരത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് അങ്ങോട്ട് ഇടുമ്പോഴേക്കും പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, ഉപ്പ് കൂടാൻ പാടില്ല. അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ ഇളക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരെ അങ്ങോട്ട് മൂടിപ്പൊത്തി അങ്ങോട്ട് വെക്കണം. അതിനുശേഷം ഒരു മൂടി ഉപയോഗിച്ച് നന്നായിട്ട് അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക, അത് മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഒരു 2 മുട്ടയാണ്. 2 മുട്ട അങ്ങോട്ട് എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമുക്ക് പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കാം. ഏത് കോഴി എപ്പോൾ ഇട്ടാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ ആദ്യം തന്നെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ പൊട്ടിച്ചൊഴിച്ച മുട്ടയ്ക്ക് കേടുപാടുകളൊന്നും ഇല്ലാതെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ അവനെ അടിച്ചു കലക്കി പതപ്പിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അങ്ങോട്ട് റെഡിയാക്കി എടുത്ത് വെക്കുവാണ്. ഇപ്പൊ ഏകദേശം നമ്മുടെ പയർ ഒരു മീഡിയം വേവ് ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ പയർ ഏകദേശം മീഡിയം വേവ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ നമ്മൾ അടിച്ച് കലക്കി വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി മുട്ട അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ആ മുട്ടയും പയറും എല്ലാം കൂടെ കിടന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് വേകണം. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ച് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിക്കുള്ള കൂട്ടങ്ങൾ റെഡിയാക്കാം. അപ്പം നമ്മളിത് മൂടി വെക്കാൻ പോവുകയാണ്. മൂടി അങ്ങോട്ട് വെച്ച് അടച്ചു. ഇനി നമുക്കിത് വേറൊരു ചട്ടി അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ച് ഇനി നമുക്കങ്ങോട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണം. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങോട്ട് ടപ്പേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പൊട്ടി വരും. പൊട്ടി മുഴുവൻ അങ്ങോട്ട് പൊട്ടി കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത പരിപാടി. നമുക്ക് കുറച്ച് വറ്റൽമുളക് എടുത്ത് വെക്കണം. അപ്പോൾ വറ്റൽമുളക് നമ്മൾ 4-5 കീറി നേരത്തെ തന്നെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകെല്ലാം അങ്ങോട്ട് പൊട്ടി തീർന്ന് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ വറ്റൽമുളക് അങ്ങോട്ട് വാരിച്ച് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കണം. അങ്ങോട്ട് ഇവിടെ അങ്ങനെ അങ്ങോട്ട് വറ്റൽമുളക് അങ്ങോട്ട് വാരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ ഇനി അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ കറിവേപ്പില അങ്ങോട്ട് തട്ടി അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം അങ്ങോട്ട് മൂത്ത് വരുമ്പോഴുള്ള അടിപ്പനൊരു മണമായിരിക്കും. എൻ്റെ പൊന്നും മോനെ കിടുക്കനായിരിക്കും കേട്ടോ. നല്ല സൂപ്പർ സാധനമായിരിക്കും. ഇനി ഇവനങ്ങോട്ട് മൂത്ത് വരുന്നവരെ ഇട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അവനങ്ങോട്ട് മൂത്ത് കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത പരിപാടി. ഏകദേശം നല്ല രീതിയിൽ മൂത്ത് കഴിയും. നമുക്ക് നേരെ നമ്മുടെ പയറിനകത്തോട്ട് അങ്ങോട്ട് എടുത്ത് തട്ടുക. നമ്മുടെ പയർ തോരനകത്തോട്ട് നമ്മൾ അങ്ങോട്ട് തട്ടുവാണ്. എന്നിട്ട് കണ്ട പൊന്നും മോനെ അടുപ്പനല്ലേ. അതിന് അവനെ നമ്മൾ അങ്ങോട്ട് തട്ടിയതിന് ശേഷം നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഏകദേശം എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയിട്ട പയർ തോരൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലുള്ള അടിപൊളി ഐറ്റങ്ങളുമായിട്ട് ടോണി ചേട്ടൻ വ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി ടോണി ചേട്ടൻ വ്ലോഗ്സ് വരുന്നതായിരിക്കും. നന്ദി.